പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഇത്രയധികമായി എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ ശക്തിയും ബലവുമായ എൻ്റെ സർവശക്തനായ ഈശോയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എന്തിനെ ഓർത്തുകൊണ്ടാണ് ഇന്ന് ഞാൻ അസ്വസ്ഥപ്പെടുന്നത്, പിറുപിറുക്കുന്നത്? ഒരുപക്ഷെ നാളുകളായി ചില മേഖലകളെക്കുറിച്ച് പിറുപിറുപ്പ് ഉള്ളിലുണ്ടാവും. എത്ര ശ്രമിച്ചിട്ടും ആ മേഖലയിൽ ഒരു രക്ഷ അനുഭവിക്കാത്ത ചില വ്യക്തികളുണ്ടാവും. ചിലപ്പോൾ ചില ധ്യാന അവസരങ്ങളിലൊക്കെ ഇങ്ങനെ പിറുപിറുക്കുന്ന നല്ലതല്ല എന്ന് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ വീണ്ടും വീണ്ടും പിറുപിറുക്കുന്ന ഒരു സ്വഭാവ രീതി നമ്മുടെ ഉള്ളിലുണ്ടാവും. നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥതയുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണത്. എന്തിനെ ഓർത്തുകൊണ്ടാണ് നീ പിറുപിറുക്കുന്നത്? നിന്റെ വീട്ടിലെ അവസ്ഥ എങ്ങനെയുണ്ട്? നിന്റെ ജീവിത പങ്കാളി, വിവാഹം കഴിച്ചവർ ഈ സമയത്ത് ചിന്തിക്കുക, നിന്റെ ജീവിത പങ്കാളിയോട് നിനക്ക് സന്തോഷമാണോ, അത് ഏതെങ്കിലും കാര്യത്തിൽ പിറുപിറുത്തുകൊണ്ടാണോ ജീവിക്കുന്നത്? നിന്റെ മക്കളോടുള്ള നിലപാട് എങ്ങനെയാണ്? ഒരുപക്ഷെ മക്കൾ പഠിക്കുന്നില്ല, വിചാരിച്ചതുപോലെയല്ല അവർ വളരുന്നത്, അവരുടെ സ്വഭാവ രീതിയിൽ വ്യത്യാസം. ഒരുപക്ഷെ മറ്റ് കുട്ടികളെ വെച്ചൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ മക്കൾക്ക് ചിലപ്പോൾ ചില കുറവുകളും ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് നമ്മുടെ മനോഭാവം? നമ്മൾ പിറുപിറുക്കുന്നുണ്ടോ? നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച് നിനക്ക് പിറുപിറുപ്പുണ്ടോ? ഒരുപക്ഷെ ചില കുടുംബങ്ങളിലൊക്കെ സ്വത്ത് വിഭജനത്തിന് ശേഷം പിന്നീട് സംസാരിക്കാത്ത, എപ്പോഴും കലഹത്തിൽ മാത്രം കഴിയുന്ന ചില കുടുംബങ്ങളുണ്ടാവും. സ്വന്തം സഹോദരങ്ങളെ കുറിച്ച് പോലും ഒരു നല്ല വാക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത വണ്ണം എപ്പോഴും പിറുപിറുക്കുന്നവരുണ്ടാവും. സഹോദരങ്ങൾ ഒരു വണ്ടി വാങ്ങുമ്പോൾ, അവരൊരു വീട് വയ്ക്കുമ്പോൾ, അവരൊരു സ്ഥലം വാങ്ങുമ്പോൾ, അവർക്കൊരു നല്ല ജോലി കിട്ടുമ്പോൾ എന്താണ് നമ്മുടെ ഉള്ളിലുണ്ടാവുന്നൊരവസ്ഥ? പലപ്പോഴും പിറുപിറുപ്പല്ലേ? നമ്മുടെ അയൽവാസികളോട് നമുക്ക് പിറുപിറുപ്പുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ അയൽവാസികളോട്, നമ്മുടെ ഇടവക കൂട്ടായ്മയിൽ നിനക്ക് ആരോടെങ്കിലും പിറുപിറുക്കുന്നൊരു സ്വഭാവ രീതി ഉണ്ടോ? നിന്റെ ശുശ്രൂഷ വഴികൾ നീ ചിന്തിക്കുക. ഒരുപക്ഷെ ഏതെങ്കിലും പ്രാർത്ഥനാ കൂട്ടായ്മയുടെ ഭാഗമായിരിക്കും നീ. ഒരുപക്ഷെ നിന്റെ വ്യക്തിപരമായ ജീവിത അനുഭവമായിരിക്കാം. ഏതെങ്കിലും ശുശ്രൂഷ മേഖലയിലുള്ള വ്യക്തിയായിരിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കുക, നിന്റെ ജീവിതത്തിൽ പിറുപിറുക്കുന്നൊരു സ്വഭാവ രീതി ഉണ്ടോ? കർത്താവേ, എൻ്റെ ഈ സ്വഭാവ രീതി അൾത്താരിൽ സമർപ്പിക്കുന്നു. ജോലി ചെയ്യുന്ന സ്ഥലത്ത്, നിന്റെ ആക്ടിവിറ്റി, നിന്റെ പ്രവർത്തന മണ്ഡലങ്ങളിലൊക്കെ നിനക്ക് ഒരുപക്ഷെ ഇങ്ങനെ പിറുപിറുക്കുന്നൊരു സ്വഭാവ രീതി ഉണ്ടെങ്കിൽ അത് ഈ അൾത്താരിൽ സമർപ്പിക്കുക. കർത്താവേ, എൻ്റെ ഉള്ളിൽ കടന്നു വന്നിരിക്കുന്ന, കാലങ്ങളായിട്ട് കടന്നു വന്നിരിക്കുന്ന ഈ പിറുപിറുക്കുന്ന സ്വഭാവ രീതിയെ ഈ പരിശുദ്ധ അൾത്താരയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ മേഖലയിൽ ഒരു വിടുതൽ എനിക്ക് വേണം. ഈ മേഖലയിൽ കർത്താവേ, നിന്റെ ശക്തി എന്നിൽ നിറയണം. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? നമുക്ക് ഈ രണ്ട് പേരായി ഒന്ന് മുഖത്തോട് മുഖം തിരിഞ്ഞ് നിൽക്കാമല്ലോ. സ്റ്റാൻഡ് ഫേസ് ടു ഫേസ്. ഓൺലൈനിലൊക്കെ നിൽക്കുന്നവരും നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് വിളിച്ചു നിർത്തി അവരുടെ ശിരസിൽ നിങ്ങളുടെ വലതുകരം വയ്ക്കുക. കീപ് യുവർ റൈറ്റ് ഹാൻഡ് ഓൺ ദെയർ ഹെഡ് ആൻഡ് പ്രേ ഫോർ ദം. അവരുടെ ശിരസിൽ വലതുകരം വെച്ച്, അവരാരും ആയിക്കൊള്ളട്ടെ, ഡസൻറ്റ് മാറ്റർ. നിങ്ങൾ 1 2 പേര്, 2 3 പേരായിട്ട് നിന്നാലും തെറ്റില്ല. 2 3 പേരായിട്ട് നിന്നാലും തെറ്റില്ല. ഒറ്റയ്ക്കൊക്കെ നിൽക്കുന്നവരൊന്ന് കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, എൻ്റെ സന്തോഷം കെടുത്തിക്കളയുന്ന ചില മുറുമുറുപ്പിൻ്റെ, പിറുപിറുപ്പിൻ്റെ ചില മേഖലകളുണ്ട്. കർത്താവേ, ഇപ്പോൾ ഈ കൈ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായിട്ട് കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അപ്രകാരമുള്ള ഈ മുറുമുറുപ്പിലൂടെ കടന്നു വന്നിട്ടുള്ള തിന്മയുടെ മേഖലകളെയാണ് ഞാൻ സമർപ്പിക്കുന്നത്. പ്രത്യേകമായിട്ട് ചില വ്യക്തികളുടെ മുഖങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തെളിയും. നിങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് ഇപ്പോൾ അവരുടെ ശിരസിൽ വലതുകരം വെച്ച് പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വ്യക്തിക്കെതിരായിട്ട് നീ സ്ഥിരമായിട്ട് അസ്വസ്ഥതയോടെ പെരുമാറുന്നുണ്ടെങ്കിൽ, ചില പ്രസ്ഥാനങ്ങൾക്കെതിരായിട്ട്, ചില കാര്യങ്ങൾക്കെതിരായിട്ട് നിനക്ക് നിന്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടാവും. നിന്റെ ഗ്രൂപ്പിൽ ലീഡർമാർക്കെതിരെ ഉണ്ടാവും. ഇടവക വികാരിച്ചതിനെതിരെ പിറുപിറുക്കാം. കോൺവെന്റിലെ സിസ്റ്റേഴ്സിനെതിരെ പിറുപിറുക്കാം. നിന്റെ ദേശത്തുള്ള നേതാക്കന്മാർക്കെതിരെ പിറുപിറുക്കാം.
നിനക്ക് പരിചയമുള്ള ചില വൈദികരോടായിരിക്കാം. ഈ സമയത്ത് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ ഉള്ളിലുള്ള ഈ പിറുപിറുപ്പിനെ ഇതാ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി കർത്താവേ ഈ വ്യക്തികളിലേക്ക് വെളിപ്പെടണം. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അത്ഭുതകരമായ ശക്തി വേണം. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഉള്ളിൽ കടന്നു വന്നിരിക്കുന്ന ഇപ്രകാരമുള്ള തിന്മയുടെ ആറ്റിറ്റ്യൂഡിൻ്റെ പെരുമാറ്റ ശൈലികളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങയുടെ അത്ഭുത ശക്തി വെളിപ്പെടട്ടെ. നിങ്ങൾ കൈവച്ചിരിക്കുന്ന ആ വ്യക്തിയുടെ മേൽ ഒരു അത്ഭുതകരമായ ദൈവശക്തി, ഓ പരിശുദ്ധാത്മാവേ, ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. അഗ്നി ചിറകുള്ള ആത്മാവേ, ആശ്വാസദായകനെ, ഇതാ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ ദൈവ മക്കളുടെ മേൽ അത്ഭുതകരമായ ഒരു ദൈവശക്തി വെളിപ്പെടാൻ പരിശുദ്ധാത്മാവെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിറയണമേ, കവിയണമേ, ഈ വ്യക്തിയിൽ നിറയണമേ. ആ വ്യക്തിയിലേക്ക് വേണ്ടി എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന. ആശ്വാസദായകനേ, ജീവനദിയായി നിറഞ്ഞു കവിയൂ ദൈവ ചൈതന്യമേ, ആത്മാവേ, ആത്മാവേ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ചിറകുള്ള ആത്മാവേ, ആമേൻ. ആശ്വാസദായകനേ, ജീവനദിയായി നിറഞ്ഞു കവിയൂ ദൈവ ചൈതന്യമേ, ദൈവ ചൈതന്യമേ, ആത്മാവേ, ആത്മാവേ, നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. നിറഞ്ഞിടുക, നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. അവരുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ സമയത്ത് അവരുടെ മേൽ കർത്താവിന്റെ വലിയൊരു അഭിഷേകം വെളിപ്പെടുന്നത് വിശ്വസിക്കണം. ഇപ്പോൾ നീ കൈവച്ചിരിക്കുന്ന വ്യക്തിയുടെ മേൽ ഇപ്രകാരമുള്ള പിറുപിറുപ്പിന്റെ കാരണം കൊണ്ട് ഏതെങ്കിലും അനർത്ഥങ്ങളോ രോഗങ്ങളോ പീഡകളോ വന്നിട്ടുണ്ടെങ്കിൽ, ഇന്നോളമുള്ള ജീവിതത്തിൽ ഇവർക്ക് ചില തകർച്ചകൾ സംഭവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, കർത്താവെ, ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് ഈ വ്യക്തിയുടെ ആ തടസ്സങ്ങൾ എടുത്ത് മാറ്റി ഈ വ്യക്തിക്ക് അഭിഷേകം കൊടുക്കണമേ. രോഗപീഠകൾ എടുത്ത് മാറ്റപ്പെടട്ടെ. ശാപകെട്ടുകൾ കർത്താവ് വഴിക്കട്ടെ. ഈ വ്യക്തിയിലേക്ക് പുതിയൊരു അഭിഷേകം വെളിപ്പെടുന്നതിൻ്റെ അടയാളമായിട്ട് ആ വ്യക്തിയുടെ നെറ്റിയിൽ കുരിശടയാളം വരച്ച ആ വ്യക്തിയെ ഒന്ന് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കട്ടെ, വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കട്ടെ. അതിനുശേഷം അൾത്താരയിലേക്ക് തിരിഞ്ഞു നിൽക്കാം. കർത്താവെ, ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. Put a cross on their forehead and bless, and then turn towards the holy altar. ഈ സമയത്ത് പ്രാർത്ഥിക്കുക. രണ്ട് കരങ്ങളും പരിശുദ്ധ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച്, രണ്ട് കരങ്ങളും പരിശുദ്ധ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച്. Stretch your both hands towards the holy altar and close your eyes. Wherever you are right now, remember one thing, that Jesus is coming to touch you. നിന്റെ ജീവിതത്തിന്റെ അസ്വസ്ഥമായിട്ടുള്ള ഏത് മേഖലയാണോ ആ മേഖലയിലേക്ക് കർത്താവിൻ്റെ ഒരു വലിയൊരു വെളിപ്പെടുത്തൽ സംഭവിക്കപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്തു മാറ്റട്ടെ. യെശയ്യാ പ്രവചനം 45 അധ്യായം 2-3 തിരുവചനം. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവം ഞാനാണെന്നറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യനിധി ശേഖരവും നൽകും. ഈ വചനത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ അഭിഷേകത്തെ നശിപ്പിക്കുന്ന സകല തിന്മകളെയും കെട്ട് ഇതാ ആധിപത്യങ്ങളെ, അനാചാരങ്ങളെ, അസ്വസ്ഥതകളെ, തിന്മയുടെ നാരക ശക്തികളെ നിത്യ നരകാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഓ കർത്താവെ, ആത്മീയ വഴികൾ തുറക്കണമേ. അഭിഷേകത്തിന്റെ വഴികൾ തുറക്കണമേ. അഭിഷേകത്തിന്റെ വഴികൾ തുറക്കണമേ. യെശയ്യാ പ്രവചനം 22:22 ദാവീദ് ഭവനത്തിന് താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചുകൊടുക്കും. അവൻ തുറന്നാൽ വേറെ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ വേറെ ആരും അടയ്ക്കുകയുമില്ല. കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ എല്ലാ തടസ്സങ്ങളും കെട്ടഴിയപ്പെടട്ടെ. വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കപ്പെടട്ടെ. കർത്താവെ, എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ജോലി മേഖലയിലെ തടസ്സങ്ങൾ മാറട്ടെ. വിസയുടെ തടസ്സങ്ങൾ മാറട്ടെ. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. വിദേശത്തേക്ക് പോകുന്നതിനുള്ള കാര്യങ്ങളുടെ ക്രമീകരണങ്ങൾ ഇതാ സംഭവിക്കട്ടെ. ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ട്രാവൽ ഏജന്റുമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
പാസ്പോർട്ട്, അതിനോട് ബന്ധപ്പെട്ട മേഖലകൾ തടസ്സങ്ങളുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സർട്ടിഫിക്കറ്റ് ശരിയാകാത്തത് കൊണ്ട് ഭാരപ്പെട്ടിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ദുഃഖം മൂലം, ഭാരം മൂലം കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും തടസ്സങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വത്തിന്റെ കാര്യത്തിൽ തർക്കങ്ങളും വഴക്കുകളും കോടതി കേസുകളുമായിട്ട് കഴിയുന്ന കുടുംബങ്ങളെ, വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ആ മേഖലയിൽ ഒരു വിടുതൽ സംഭവിക്കപ്പെടട്ടെ. പ്രത്യേകമായിട്ട് സ്ഥലം വിറ്റു പോകുന്നില്ല, സ്ഥലം വാങ്ങുന്നതിന്റെ പേരിൽ, വീട് വെക്കുന്നതിന്റെ പേരിൽ, വാഹനം വാങ്ങുന്നതിന്റെ പേരിൽ ഉള്ള തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് വലിയൊരു അഭിഷേകം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു അഭിഷേകം വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ കർത്താവിന്റെ ആത്മാവ് അനേകരെ തൊട്ട് അനുഗ്രഹിക്കുന്നു. ബെന്നി എന്നുള്ള ഒരു വ്യക്തിയുടെ പേര് കർത്താവ് വെളിപ്പെടുത്തുന്നു. ഇവിടെ ഉണ്ടാവാം, ഓൺലൈനിൽ പങ്കെടുക്കുന്നുണ്ട്. കർത്താവിന്റെ ആത്മാവ് ആ വ്യക്തിയെ തൊടുന്നു. കർത്താവിന്റെ ആത്മാവ് തെരേസയെ തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു. കർത്താവിന്റെ ആത്മാവ് അനുഗ്രഹിക്കുന്നു. യൂറിനറി ഇൻഫെക്ഷൻ മൂലം വിഷമിക്കുന്ന ഒരു പെൺകുട്ടിയെ കർത്താവ് തൊട്ട് അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ അത്ഭുതകരമായ ശക്തി പരിശുദ്ധ അൽത്താരയിൽ നിന്നും ദൈവജനത്തിലേക്ക് ഒഴുകുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റുന്നു. നിനക്ക് മുമ്പിൽ കർത്താവ് വഴി തുറക്കുന്നു. യെശയ്യാ പ്രവചനം 43 അധ്യായം 19 തിരുവചനം ഇത് അനേകർക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നു. കർത്താവ് നിന്റെ മേൽ അത്ഭുതകരമായിട്ട് തുറക്കുന്നു. നിനക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കുന്നു. മരുഭൂമിയിൽ നിനക്ക് വേണ്ടി ജലമുണ്ടാക്കുന്നു. ഇതാ നിനക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കുന്നു. വഴിയില്ലാത്തടത്ത് നിനക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കും. നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ആശുപത്രിയിൽ കിടപ്പ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സങ്കടപ്പെട്ട് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന സഹോദരന്റെ കുടുംബത്തിലെ കിടപ്പ് രോഗിക്ക് വേണ്ടി ഇതാ പ്രാർത്ഥനകൾ ഉയർത്തുന്നു. കർത്താവിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. ഡേവിസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മേൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്നു. യേശുവിന്റെ കൃപയാണ് ഒഴുകപ്പെടുന്നത്. ശിരസിന്റെ പുറകിലുള്ള ചതവ് എന്ന് പറയുന്ന ചതവ്, ഒരു അപകടത്തിന് ശേഷം ചതവുള്ള വ്യക്തി ഇതേ കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുന്നു. യേശുവിന്റെ കൃപ ഒഴുകുന്നു. 2 കരങ്ങളും പരിശുദ്ധ അൽത്താരയിലെ നെറ്റിക്ക് പിടിച്ച് യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിക്കട്ടെ. ഓ ലംബ 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 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്താം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ്. ഈശോ ആശീർവദിക്കുമ്പോൾ നീ വിശ്വസിക്കണം. കർത്താവേ, എൻ്റെ മേൽ വലിയൊരു അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെട്ട് കഴിഞ്ഞു. നീ അത് വിശ്വസിക്കണം, ഏറ്റെടുക്കണം. യെസ്, എൻ്റെ വീട്ടിൽ ഈ അഭിഷേകത്തോടെ ഞാൻ തിരിച്ചു പോകാനുള്ള കൃപ വേണം. എൻ്റെ ജോലി സ്ഥലത്ത് ഈ അഭിഷേകത്തോടു കൂടെ പോകാൻ കൃപ വേണം. എൻ്റെ അനുദിന ജീവിതത്തിൽ ഈ അഭിഷേകത്തോടു കൂടി ആയിരിക്കും കൃപ വേണം. 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ചത് വിശ്വസിക്കൂ. നീ എവിടെ പോയാലും ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ സംരക്ഷിക്കട്ടെ. പിറുപിറുപ്പ് കൂടാതെ, പരാതി കൂടാതെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള കൃപ ഈ പരിശുദ്ധ അൽത്താര നിനക്ക് സമ്മാനിക്കുന്നു. നീ വിശ്വസിക്കൂ. എത്ര വലിയ ഭാരപ്പെട്ട മേഖലയാണെങ്കിലും കർത്താവ് നിനക്ക് വേണ്ടി അഭിഷേകത്തോടുകൂടെ പുതിയ അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കും. ഈ ആശീർവാദം അതിനുള്ള സമയമാണ്. നീ വിശ്വസിച്ചുകൊണ്ട് ഈ ആശീർവാദം സ്വീകരിക്കട്ടെ. നിറഞ്ഞിടുക, വന്നു കവിഞ്ഞിടുക, എൻ ഹൃദയത്തിൽ വന്നിടുക. 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.